ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒരു വലിയ ബ്രാൻഡിൻ്റെ കഥയിലേക്കാണ്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ബ്രാൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ്, ആ കഥയുടെ തുടക്കം ആ ബ്രാൻഡ് തുടങ്ങിയ ഫൗണ്ടറും ആ മഹത് വ്യക്തിയുടെ കഥയിൽ നിന്നാണ്. അപ്പോൾ ആ കഥ തുടങ്ങുന്നത് 1898 ഇറ്റലിയിലെ മൊഡേണ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ആ മൊഡേണ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അൽഫ്രഡോയ്ക്കും അഡാൽഗിസയ്ക്കും 2 ആൺകുട്ടികൾ ജനിക്കുന്നു. ആദ്യത്തെ കുട്ടിയുടെ പേര് അൽഫ്രഡോ എന്ന് തന്നെയാണ്. അവനെ വീട്ടുകാർ വിളിച്ചിരുന്ന ഡൈനോ എന്നാണ്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് എൻസോ എന്നായിരുന്നു. അങ്ങനെ 2 മക്കൾ. അപ്പോൾ അച്ഛനായ ആൽഫ്രഡോ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മക്കളും അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കും, വർക്ക്ഷോപ്പിലൊക്കെ നോക്കും, എന്തെങ്കിലുമൊക്കെ അച്ഛനെ സഹായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എൻസോയ്ക്കായിരുന്നു അച്ഛനെ സഹായിക്കാൻ കൂടുതലിഷ്ടം. എൻസോയ്ക്ക് സ്കൂളിൽ പോകുന്ന ഒന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. എൻസോയ്ക്ക് അച്ഛനെ വർക്ക്ഷോപ്പിൽ സഹായിക്കുക, അച്ഛൻ ചെയ്യുന്ന സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കൂടെ പണി പഠിച്ച് ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രധാനപ്പെട്ട റിനോവേഷൻ വർക്കുകളെല്ലാം തന്നെ അച്ഛൻ്റെ വലം കൈയായിട്ട് എൻസോ വളർന്നു വരുവാണ്. അങ്ങനെ എൻസോ വളർന്നു വരുന്ന സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഒരുവിധപ്പെട്ട യുവത്വമുള്ള അല്ലെങ്കിൽ യുവാക്കളായ ആൾക്കാരെല്ലാം തന്നെയും ആർമിയിലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ എൻസോയും ആർമിയിലേക്ക് പോകുന്നു. ആർമിയിലേക്ക് പോകുന്ന എൻസോ ഇറ്റാലിയൻ ആർമിയിൽ ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ഭയങ്കരമായ ഒരു പനി കാരണം എൻസോയെ ആർമിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു 1918. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എൻസോയെ തളർത്തുന്ന ഒരു വലിയ സംഭവം ഉണ്ടായത് 1916 തൻ്റെ സഹോദരനായ ആൽഫ്രഡോ ഡൈനോ, അച്ഛനായ ആൽഫ്രഡോ, 2 പേരും ഈ ഇറ്റാലിയൻ ഫ്ലൂ, ആ സമയത്തൊരു വലിയ ഫ്ലൂ യൂറോപ്പ് ഒട്ടാകെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ 2 പേരും മരണപ്പെടുന്നു. ഈ ഫ്ലൂ നമ്മുടെ എൻസോയും ബാധിച്ചു. പക്ഷേ എൻസോയ്ക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. എൻസോ ഒരു വിധത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരുമായിരുന്നു. അങ്ങനെ വെളിയിൽ വന്ന എൻസോ പുതിയ ജോലികൾ തേടാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ എൻസോയ്ക്ക് കുഞ്ഞായിരിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഒരു 8-9 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കാറുകളോട് വലിയ താല്പര്യം വരും. കാർ റേസിങ്ങിൻ്റെ മത്സരങ്ങൾ കാണുക, അതിനെപ്പറ്റി ഒരുപാട് വായിക്കുക, അതിനോടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, ഇതൊക്കെയായിരുന്നു എൻസോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനെ എൻസോ എങ്ങനെയും ഒരു കാർ കമ്പനിയിൽ കയറിപ്പറ്റണം എന്നുള്ള ആഗ്രഹവുമായിട്ട് കറങ്ങി നടക്കുകയാണ്. പുതിയ ജോലികളൊക്കെ കിട്ടിയെങ്കിലും കാർ കമ്പനിയിൽ കയറുക എന്നുള്ളതാണ് എൻസോയുടെ ജീവിതാവില. അപ്പോൾ അങ്ങനെ കാർ കമ്പനിയിലെ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന എൻസോയ്ക്ക് ഫിയറ്റ് കമ്പനി ഒരു ജോലി കൊടുക്കുന്നു. ഒരു ടെസ്റ്റ് ഡ്രൈവറായിട്ട്, അതായത് പുതിയ കാറൊക്കെ ഇറങ്ങുമ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാനുള്ള ഒരു ഡ്രൈവറുള്ള റോള് കൊടുക്കുന്നു. പക്ഷേ എൻസോയ്ക്ക് അത് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. എൻസോയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു കാർ കമ്പനി കയറുക, അവിടെ കാറുകളിൽ ജോലി ചെയ്യുക, അതുവഴി ഒരു റേസിംഗ് ഡ്രൈവറായി മാറുക എന്നുള്ളതായിരുന്നു എൻസോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഫിയറ്റുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻസോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എൻസോയ് വീണ്ടും ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ CMN എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എൻസോയ്ക്ക് ജോലി കിട്ടും. ഈ CMN എന്ന് പറയുന്ന കമ്പനി അന്ന് വലിയ ട്രക്കുകൾ ഉണ്ടായിരുന്ന, ട്രക്കുകളെ പൊളിച്ച്, ഈ മിലിറ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ട്രക്ക് യൂസായി കഴിഞ്ഞ് വരുന്ന ട്രക്കുകളൊക്കെ പൊളിച്ച് കാറുകളാക്കുന്ന പരിപാടി ചെയ്തിരുന്ന ഒരു കമ്പനിയായിരുന്നു. അങ്ങനെ അവിടെ ജോലി കിട്ടുന്നു. കാറുകളെ പറ്റിയൊക്കെ, പിന്നെ കാറുകളെ പറ്റിയും കാറുകൾ ഉണ്ടാക്കുന്ന പറ്റിയൊക്കെ എൻസോ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു റേസ് ഡ്രൈവർ ആകണം എന്നുള്ള തൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിനായിട്ടും എൻസോ കഠിന പ്രയത്നം ചെയ്യുവാണ്. അങ്ങനെ എൻസോ ഒടുവിൽ ഒരു റേസിംഗ് ഈവൻറ്റിൽ പങ്കെടുക്കുന്നു റേസ് ഡ്രൈവറായിട്ട്. അതായത് നല്ല രീതിയിൽ തന്നെ റേസ് പൂർത്തിയാക്കുന്നു. ഒന്നാമനായി ഫിനിഷ് ചെയ്യുന്നില്ലെങ്കിലും നല്ലൊരു എന്താ പറയുക, കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ നല്ലൊരു ഡ്രൈവറായിട്ട് ആ റേസിംഗ് എൻസോ ഫിനിഷ് ചെയ്യും. അങ്ങനെ 1920 ആയപ്പോൾ എൻസോ ആൽഫ റോമിയോ എന്ന് പറയുന്ന ഇറ്റാലിയൻ കാർ മേക്കിംഗ് കമ്പനിയിൽ റേസിംഗ് ടീമിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ റേസിംഗ് ടീമിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അന്നുണ്ടായിരുന്ന കാർ റേസിംഗ് ഇവൻറ്റ്സിൽ ഡ്രൈവറായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന എൻസോ വലിയ ഒരു മായിക പ്രകടനം തന്നെ നടത്തുവാണ്. 1923 ജോയിൻ ചെയ്ത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഒരു വർഷം തന്നെ 3 ഗ്രാൻഡ് പ്രീ ടൂർണമെൻറ്റ്സിൽ ജയിക്കുന്നു. 24 വീണ്ടും ജയിക്കുന്നു. അങ്ങനെ ആൽഫ റോമിയോ റേസിംഗ് ടീമിനെ
ഒരു നോർമൽ റേസിംഗ് ടീമിൽ നിന്നും ഒരു നെക്സ്റ്റ് ലെവൽ റേസിംഗ് ടീം ആക്കുന്നതിൽ വലിയ പങ്ക് എൻസോ എന്ന ഡ്രൈവർ വഹിക്കുന്നു. അങ്ങനെ ആൽഫ റോമിയോ ഡ്രൈവ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻസോയ്ക്ക് തോന്നി ആൽഫ റോമിയോയ്ക്ക് പ്രത്യേകമായി ഒരു റേസിംഗ് കാർ ഡിവിഷൻ വേണം. അതായത് ചുമ്മാ നമ്മൾ കാർ കമ്പനികളുടെ കൂടെ ഒക്കെ റേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന് പകരം റേസിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്ത് കാറുകൾ ഉണ്ടാക്കുന്ന, അങ്ങനെ റേസിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിവിഷൻ ആൽഫ റോമിയോയ്ക്ക് വേണമെന്ന് എൻസോയ്ക്ക് തോന്നുന്നു. അങ്ങനെ 1929 എൻസോ ആൽഫ റോമിയോയിൽ അകത്തു നിന്നുകൊണ്ട് തന്നെ ഒരു റേസിംഗ് കാർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കാർ ഡിവിഷൻ്റെ പേരാണ് ഷുഡേറിയ ഫെറാറി. അതെ, നമ്മളിന്ന് പറയാൻ പോകുന്ന കഥ എൻസോ ഫെറാറി എന്ന മഹത് വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഫെറാറി എന്ന കാർ ബ്രാൻഡിനെ കുറിച്ചാണ്. ഈ കഥ തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1808 തുടങ്ങുന്ന കഥ ഇന്നിപ്പോൾ 2025 ആകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള കാർ കമ്പനികളിലൊന്നായി ഫെറാറി നിൽക്കുവാണ്. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്നില്ല, ഏറ്റവും വലിയ റേസിംഗ് കാറുകൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എന്താണ് അവരുടെ വാല്യൂ കീപ്പ് ചെയ്യുന്നത്, അവരുടെ കഥ, ഇതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. അങ്ങനെ 1929 ഷുഡേറിയ ഫെറാറി സ്റ്റാർട്ട് ചെയ്യുന്നു. എൻസോ ഫെറാറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് റേസുകൾ വീണ്ടും ഷുഡേറിയ ഫെറാറി ജയിക്കുന്നു. നല്ല മികച്ച ഡ്രൈവർമാരെ എൻസോ ഇതിൻ്റെ ടീമിനകത്തേക്ക് കൊണ്ടുവരുന്നു. ആൽഫ റോമിയോയുടെ മികവുറ്റ കാറുകൾ വരുന്നു. അങ്ങനെ ആൽഫ റോമിയോ കാറുകൾ കൊണ്ട് ഫെറാറി റേസിംഗ് ടീം റേസുകൾ ഒന്നൊന്നായി ജയിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക 1933 ആയപ്പോൾ ആൽഫ റോമിയോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു. അപ്പം 1929 ആയപ്പോൾ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ടൈമുണ്ട്. നമ്മുടെ വലിയ ഓഹരി വിപണികളെല്ലാം തകർന്നടിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. 1933 ആയപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് ഈ ആൽഫ റോമിയോയ്ക്ക് വരുന്നു. അവരിതിൻ്റെ ഫണ്ടിങ് പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ വേറെ കാർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇടപെടുന്നു. പിറേലി പോലുള്ള ഇറ്റാലിയൻ വലിയ ടീമുകളാണ്. പുള്ളി ഇടപെടുന്നു. ആൽഫ റോമിയോ കണ്ടിന്യൂഡ് സപ്പോർട്ട് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഫെറാറി വീണ്ടും റേസിംഗ് ടീമുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും റേസസ് ജയിക്കുകയും ചെയ്യുന്നു. പക്ഷേ 1937 ആയപ്പോൾ ഷുഡേറിയ ഫെറാറി എന്ന് പറയുന്ന ടീമിനെ എൻസോ തന്നെ ഡിസോൾവ് ചെയ്യുന്നു. എൻസോ തന്നെ പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മളിവിടെ ഇത് ബ്രേക്ക് ഓഫ് ചെയ്യുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ 1937 ആയപ്പോൾ വേറൊരു സംഭവം കൂടെ ലോകം സംഭവിച്ചു. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇറ്റലി വളരെ ശക്തമായ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായി. ഞാൻ പറയാൻ കാര്യം, ഈ 1937 എൻസോ ഫെറാറി റേസിംഗ് ടീം ഡിസോൾവ് ചെയ്തിട്ട് ആൽഫ റോമിയോയിൽ തിരിച്ചു വരികയും ആൽഫ റോമിയോയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ റേസിംഗ് ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനെന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. പക്ഷേ പിന്നീട് ആ എഗ്രിമെൻ്റ് അധികകാലം നീണ്ടു നിൽക്കാനായിട്ട് സാധിച്ചില്ല. 1-2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മാനേജ്മെൻറ്റുമായിട്ട്, ആൽഫ റോമിയോയുടെ മാനേജ്മെൻറ്റും എൻസോ ഫെറാറിയുമായിട്ട് അത്ര യോജിപ്പിൽ പോകാൻ സാധിക്കാത്തത് കാരണം എൻസോ ഫെറാറി അത് ലീവ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫെറാറി എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫെറാറി എന്ന് പറയുന്ന കമ്പനിയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓട്ടോ ഏവിയോ കൺസ്ട്രൂസിയോണി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആ റേസിംഗ് കാറുകൾക്ക് വേണ്ടിയിട്ട് പാർട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫെറാറി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ 4 വർഷത്തേക്കോ മറ്റോ റേസിംഗ് കാറുകൾ ഡിസൈൻ ചെയ്യാനോ ഈ കോൺട്രാക്റ്റ് പ്രകാരം എൻസോ ഫെറാറിക്ക് സാധിക്കില്ലായിരുന്നു. കാര്യം ആൽഫ റോമിയോയിൽ നിന്ന് പിരിഞ്ഞു വന്ന കോൺട്രാക്റ്റ് കാരണം. അതിനോടൊപ്പം തന്നെ ഈ പാർട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാവുന്നതിന് ഇവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ട് ഉടനെ തന്നെ ഇറ്റാലിയൻ സർക്കാർ, മുസോളിനിയാണ് അന്ന് ഇറ്റലി ഭരിക്കുന്നത്, അദ്ദേഹം എൻസോ ഫെറാറി വിളിക്കുന്നു, ആർമിക്ക് വേണ്ടി വെപ്പൺസ് ഉണ്ടാക്കണമെന്ന് പറയുന്നു. അപ്പോൾ എൻസോ ഫെറാറിക്ക് വേറെ മാർഗ്ഗമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് നിർദ്ദേശമാണ്, മാത്രമല്ല നല്ല ലുക്രേറ്റീവ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ്. ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭം വരുന്ന കോൺട്രാക്ട്സ് ആണ്. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇറ്റലിക്ക് വേണ്ടിയിട്ട് വെപ്പൺ സിസ്റ്റംസും വെഹിക്കിൾ മാനുഫാക്ചറിങ് പാർട്സും എല്ലാം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. നല്ലൊരു ക്യാപിറ്റൽ, നല്ലൊരു കാശിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എൻസോ ഫെറാറിക്ക് ഇതുമൂലം സാധിക്കുന്നു. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞു പോകുന്നവരെ ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ കമ്പനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1947 ആയപ്പോൾ നേരത്തെയുള്ള കോൺട്രാക്റ്റിൻ്റെ ഒബ്ലിഗേഷൻസും എല്ലാം തന്നെയും കഴിഞ്ഞു. ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാം ശുദ്ധമായി.
ഫെറാറി SPA എന്ന് പറയുന്ന കമ്പനി എൻസോ ഫെറാറി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അന്ന് ഫെറാറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഒരു പ്രാൻസ് ചെയ്യുന്ന കുതിരയുടെ ചാണാൻ നിൽക്കുന്ന ഒരു കുതിരയുടെ എംബ്ലം ആണല്ലോ ഫെറാറിക്കുള്ളത്. അതിനൊരു വലിയ കഥയുണ്ട് ആ എംബ്ലം വരുന്നതിന് മുമ്പ്. അതായത് ഫ്രാൻസിസ്കോ ബറാക്ക എന്ന് പറയുന്ന ഒരു ഹൈലി സെലിബ്രേറ്റഡ് ഇറ്റാലിയൻ ഫൈറ്റർ പൈലറ്റ് ഉണ്ടായിരുന്നു. അതായത് World War I വൺ ഓഫ് ദ ബെസ്റ്റ് ഇറ്റാലിയൻ ഫൈറ്റർ പൈലറ്റ്സ് ആയിരുന്നു ഈ ഫ്രാൻസിസ്കോ. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ഫെറാറിയെ കാണാൻ വരികയും ഈ പിന്നെ ഒരു ഹോഴ്സിൻ്റെ പേര്, അയാൾ ഭയങ്കര സെലിബ്രേറ്റഡ് ആയുള്ള ആളായിരുന്നു ഫ്രാൻസിസ്കോ. അങ്ങനെ ഹോഴ്സിൻ്റെ ഒരു എംബ്ലം പിന്നെ സ്വീകരിച്ച് കഴിഞ്ഞാൽ കാർ കമ്പനിക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും, നല്ല ഗ്രോത്ത് ഉണ്ടാവും. കാര്യം എൻ്റെ മകനും ഹോഴ്സിൻ്റെ ഒരു ലോക്കറ്റാണ് ധരിച്ചിരുന്നത്, ഞാൻ കൊടുത്ത ഹോഴ്സിൻ്റെ ഒരു ലോക്കറ്റാണ് ധരിച്ചിരുന്നത് എന്ന് ഈ ഫ്രാൻസിസ്കോയുടെ അമ്മ ഫെറാറിയിലെടുത്ത് പറയുന്നു. മാത്രമല്ല ഈ ഫ്രാൻസിസ്കോ ബറാക്ക എന്ന് പറയുന്ന വ്യക്തി പിന്നെ എൻസോ ഫെറാറി ജനിച്ച അതേ ഗ്രാമത്തിൽ ജനിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹം ആ ഹോഴ്സിനെ തൻ്റെ കാർ കമ്പനിയുടെ എംബ്ലം ആയിട്ട് സ്വീകരിക്കുന്നു. അതിലുള്ള ആ യെല്ലോ കളർ പോലും ശരിക്കും പറഞ്ഞാൽ റവേണ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഒരു കളറായിരുന്നു ഈ ഫെറാറിയിലുള്ള കുതിരയുടെ ബാക്കിലുള്ള യെല്ലോ കളർ. പിന്നീട് റെഡ് കളറും ബ്ലാക്ക് കളറും ഒക്കെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് ഐറ്ററേഷൻസ്. ഇവിടെ ഒറിജിനൽ ആ കുതിരയും ആ യെല്ലോ കളർ എംബ്ലവും വരാനുള്ള റീസൺ ഇതായിരുന്നു. അങ്ങനെ ഗംഭീരമായി തുടങ്ങുന്ന ഫെറാറി കമ്പനി അവരുടേതായ റേസിംഗ് കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പബ്ലിക്കിനായിട്ട് ആ സമയത്ത് അവർ കാറുകൾ ഉണ്ടാക്കുന്നില്ല, റേസിങ്ങിന് വേണ്ടി മാത്രം കാറുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇറ്റലിയിലുടനീളം യൂറോപ്പിലുടനീളം തന്നെ ഈ റേസിംഗ് ഈവൻറ്റ്സ് ഭയങ്കരമായി എന്താ പറയുക, ഭയങ്കര ജനപ്രീതി ആർജിച്ച് വരുന്ന ഒരു സമയമാണ്. കാര്യം ജർമ്മൻ എൻജിനീയറിങ്, ജർമ്മൻസ് അവരുടെ ടെക്നോളജി കൊണ്ടുവരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പൊക്കെ മറ്റ് കാറുകൾക്കൊന്നും കിടപിടിക്കാൻ പറ്റാത്ത രീതിയിൽ മികച്ച റേസിംഗ് കാറുകളുമായി വരുന്നതെല്ലാം മേഴ്സിഡീസ് പോലുള്ള ജർമ്മൻ കമ്പനികളായിരുന്നു. അപ്പോൾ പിന്നെ ഇറ്റലിയുടെ സൈഡിൽ നിന്ന് ആൽഫ റോമിയോ ഉണ്ട്. അപ്പോൾ ഈ ആൽഫ റോമിയോ എല്ലാം ഈ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീകളിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഫെറാറി അവരുടെ കാറുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ 1949 ആൽഫ റോമിയോടെല്ലാം മത്സരിച്ച് 24 hour ലീമാൻസ് റേസ് എന്ന് പറയുന്ന റേസ് ഫെറാറിയുടെ കാർ ജയിക്കുവാണ്. ഈ ലീമാൻസ് റേസ് നമുക്കറിയാം, കാര്യം ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, മാറ്റ് ഡേമണും ക്രിസ്റ്റ്യൻ ബെല്ലും അഭിനയിക്കുന്ന സിനിമ. അത് എനിക്ക് തോന്നുന്നു 1964 ലീമാൻസ് റേസാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ 1949 നടക്കുന്ന ലീമാൻസിൻ്റെ റേസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു കാർ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് കുറേ റൂൾസൊക്കെ ഉണ്ട്, എന്തൊക്കെ മാറാൻ പാടില്ല എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ റേസ്. അപ്പോൾ കാറിൻ്റെ വളരെ ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിലയബിലിറ്റി, അതിൻ്റെ ഒരു പെർഫോമൻസ് എല്ലാം അതിൻ്റെ മാക്സിമം ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു റേസാണ് ഈ ലീമാൻസ് റേസ്. അങ്ങനെയുള്ള ഒരു റേസിൽ 1949 ഫെറാറി ജയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ റേസുകൾ ജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഡ്രൈവേഴ്സിന് സാലറി കൊടുക്കണം, വലിയ മികച്ച ഡ്രൈവേഴ്സിനെ കൊണ്ടുവരും, അവർക്ക് സാലറി കൊടുക്കണം, അല്ലാതെ ഒട്ടനവധി എക്സ്പെൻസുകളുണ്ട്. ഇതെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഫെറാറി പതുക്കെ കാറുകൾ മാർക്കറ്റിൽ സെല് ചെയ്യാൻ തുടങ്ങി. ഹൈ പെർഫോമൻസ് കാറുകൾ മാർക്കറ്റിൽ സെല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുമാതിരിയൊക്കെ കമ്പനി ഇങ്ങനെ പച്ച പിടിച്ച് വരുന്ന സമയമായിരുന്നു. പെട്ടെന്നാണ് 1956-57 സമയങ്ങളിൽ ഈ റേസിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആക്സിഡൻറ്റ്സ് ഇറ്റലിയിലും മറ്റുമൊക്കെ നടക്കുന്നത്. അപ്പോൾ പല ആക്സിഡൻറ്റിലും പല ആൾക്കാരും മരിക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികൾ മരണപ്പെടാനിടയാവുന്നു. ഈ റേസ് കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കാറുകൾ പോയി വീഴുകയും അത് പിന്നീട് വല്ല ആക്സിഡൻ്റായി വലിയ മരണ വാർത്തകളുണ്ടാവുന്നു. അപ്പോൾ അത്തരം ഈവൻറ്റ്സ് എല്ലാം തന്നെയും ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കുന്നു, റേസിംഗ് കാണാൻ പോകണോ, അല്ലെങ്കിൽ ഇത്തരം റേസിംഗ് മനുഷ്യന് ഡേഞ്ചറസ് ആണ് എന്നുള്ളൊക്കെ രീതിയിൽ. അങ്ങനെ മൊത്തത്തിലൊരു മാർക്കറ്റിനൊരു ഇടിവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ അത്തരം ഒരു സാഹചര്യം തൻ്റെ മാർക്കറ്റിനെ, തൻ്റെ പിന്നെ കമ്പനിക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ എൻസോ ഒരു വലിയ പബ്ലിഷിംഗ് ഹൗസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഓട്ടോ സ്പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു മോട്ടോർ മാഗസീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നു. ആ മാഗസീന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഫെറാറി കൊടുക്കുന്നു. അതായത് അവരുടെ കാറുകളുടെ പ്രോട്ടോടൈപ്സ്, വരാൻ പോകുന്ന കാറുകളുടെ വിവരങ്ങൾ,
അങ്ങനെ എല്ലാം കൊണ്ടും തൻ്റെ കമ്പനിക്ക് ഇറ്റാലിയൻ ജനതയ്ക്കിടയിലുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ, അല്ലെങ്കിൽ റേസിങ്ങിന് മൊത്തത്തിലുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ ഇതുവഴി ഫെറാറി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 50s തുടങ്ങി ഒരു 60s വരെ ഭയങ്കരമായ ഒരു ഗ്രോത്താണ് കമ്പനിക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ റേസിംഗ് സൈഡുകളെല്ലാം തന്നെ ഒരുപാട് ഈവൻറ്റ്സ് വിൻ ചെയ്യുന്നു, ഒരുപാട് സ്പോൺസർഷിപ്പ് ഡീലുകൾ വരുന്നു. അങ്ങനെ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി പതുക്കെ ഫെറാറി 50 മുതൽ 60 വരെയുള്ള കാലഘട്ടം കൊണ്ട് എത്തിച്ചേർന്നു. എന്നാൽ 60കൾ കഴിഞ്ഞതോടുകൂടി ഫെറാറിക്ക് ഈ ലൈഫ് ഈസ് ലൈക്ക് എ സൈൻ വേവ് എന്ന് പറഞ്ഞ പോലെ താഴോട്ടുള്ള ഡൗൺഫോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ താഴോട്ട് പോകുന്ന ഫെറാറിക്ക് വേറെ വഴിയില്ലാതെ അവർ പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നു. കാര്യം ഈ റേസസിൽ പങ്കെടുക്കുന്നതിനും കാറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും എല്ലാം തന്നെയും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അവർ 1960 പബ്ലിക് സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് നല്ല റിസപ്ഷൻ കിട്ടുന്നു. അപ്പോൾ അവരുടെ സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കുന്നു. കമ്പനി ഒരുപാട് രക്ഷപ്പെടുമെന്നുള്ളൊരു സാഹചര്യം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുവാണ്. പക്ഷേ വീണ്ടും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അവസാനം എൻസോ ഫെറാറി തീരുമാനിക്കുന്നു കമ്പനിയുടെ കുറച്ച് സ്റ്റോക്ക്, കാരണം 100% ഓണർഷിപ്പ് അപ്പോൾ ഈ എൻസോയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കുറച്ച് ഭാഗമുണ്ട്, അത് പോരാഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ഓണർഷിപ്പും എൻസോയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻസോ തീരുമാനിക്കുന്നു ഇത് ഈ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാർ കമ്പനിക്ക് നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വരുമാനം കിട്ടും, അതുകൊണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാം എന്ന് എൻസോ മുൻകൂട്ടി കാണുന്നു. അങ്ങനെ അദ്ദേഹം ഫോർഡ് കമ്പനിയെ സമീപിക്കുന്നു. അപ്പോൾ ഫോർഡ് കമ്പനിയുടെ അടുത്ത് പറയുന്നു ഇതുപോലെ ഫെറാറിയുടെ സ്റ്റോക്ക് നിങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ്. അതായത് ഈ കമ്പനിയുടെ റേസിംഗ് ആക്ടിവിറ്റീസിൽ എല്ലാം തന്നെയും എൻസോ ഫെറാറി ആയിരിക്കും 100% കൺട്രോൾ. അതായത് ഫോർഡ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാലും ഫോർഡിന് ഫെറാറി റേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുന്നുവെന്ന് ഒരു ഡിസിഷനും എടുക്കാനുള്ള എബിലിറ്റി ഇല്ല. കംപ്ലീറ്റ്ലി എൻസോ ഫെറാറി ആയിരിക്കും തീരുമാനിക്കുന്നതാണ്. $18 മില്യൺ അന്ന് എൻസോ ഫെറാറിക്ക് ഫോർഡ് ഓഫർ ചെയ്തത്. ആ ഡീൽ ഓൾമോസ്റ്റ് അവസാനം വരെയും അത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡീല് ഫൈനലൈസ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് എൻസോ ഫെറാറി മനസ്സിലാക്കിയത് ശരിക്കും ഫോർഡിന് തന്നെ ഈ കമ്പനിയുടെ റേസിംഗ് ടീമിൻ്റെ ഓണർഷിപ്പ് ഏൽപ്പിക്കുന്നതിൽ വലിയ താല്പര്യമില്ല, ഫോർഡിന് ഫുള്ളായിട്ടുള്ള കൺട്രോൾ എടുക്കണം എന്നുള്ളതാണ് താല്പര്യമെന്ന് എൻസോയ്ക്ക് മനസ്സിലാവുന്നു. എൻസോ വാക്കൗട്ട് ചെയ്യുന്നു. ഈ എൻസോ ഫെറാറിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ഒരു നെഗോഷിയേഷനിൽ പോകുമ്പോൾ തനിക്ക് ഗുണകരമായ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ കമ്പനിക്ക് ഗുണകരമായ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സിറ്റുവേഷനിൽ നിന്നും അപ്പോൾ തന്നെ വാക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോർഡ് ഡീലിൽ നിന്നും ഫെറാറി ബാക്ക് ഓഫ് ചെയ്യുന്നു. കാര്യങ്ങൾ വീണ്ടും വഷളായി തന്നെ ഫെറാറിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ലീമാൻസ് 1966 ഫോർഡിൻ്റെ ഷെൽബി ഡിസൈൻ ചെയ്ത കാറ് പിന്നെ ഫെറാറിയെ തോൽപ്പിക്കുന്നത്. അതൊരു വലിയ സംഭവമായിരുന്നു. കാര്യം അമേരിക്കൻ കാറുകളൊന്നും തന്നെയും അതുവരെ ഈ റേസിങ്ങിൽ ഒരു ടോപ്പ് പ്രിഫേർഡ് കാറുകളായിരുന്നില്ല. മെഴ്സിഡീസും പിന്നെ BMW ഫെറാറിയും പോലുള്ള യൂറോപ്യൻ മെയ്ഡ് കാറുകൾക്കായിരുന്നു ഡിമാൻഡ്. പക്ഷേ ഈ ഒരു ഈവൻ്റോടുകൂടി കംപ്ലീറ്റ്ലി അത് മാറ്റിമറിച്ച് ഷെൽബി ഡിസൈൻ ചെയ്ത, ഷെൽവിയും കെൻ മൈൽസും കൂടി ഡിസൈൻ ചെയ്ത്, കെൻ മൈൽസാണ് ഡ്രൈവർ, അവരോട് ചെയ്യുന്ന കാറ് വളരെ ശക്തമായി ഫെറാറിയെ ഔട്ട്ലാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ 1969 എൻസോ ഫെറാറിയുടെ കുറച്ച് ഓഹരികൾ ഫിയറ്റ് കമ്പനിക്ക് സെല്ല് ചെയ്യുവാണ്. അപ്പോൾ ഫിയറ്റ് ഒരു ഇറ്റാലിയൻ കമ്പനി തന്നെയായിരുന്നു. പക്ഷേ അവർക്ക് എൻസോ ഫെറാറി ഈ പിന്നെ ഫെറാറിയുടെ റേസിംഗ് ടീമിൻ്റെ ഹെഡായിട്ടിരിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊന്നും അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഫിയറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കാറുകളുടെ മാർക്കറ്റിങ്ങും അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റും എല്ലാമായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഈ ഫിയറ്റ് ഡീൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1967 ഡൈനോ GT എന്ന് പറഞ്ഞിട്ടൊരു കാറ് ഫെറാറി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫെറാറിയുടെ ആദ്യത്തെ മാസ് പ്രൊഡ്യൂസ്ഡ് കാറായിരുന്നു. അതായത് റേസിംഗ് കാറുകളിൽ നിന്നും പെർഫോമൻസ് കാറുകളിൽ നിന്നും മാറി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വൈഡ് പോപ്പുലർ ആയിട്ടുള്ളൊരു കാറായിരുന്നു. V6 V8 എഞ്ചിനുകൾസ് ആയിരുന്നു. ഈ സാധാരണ ഫെറാറി ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം V12 എഞ്ചിനുകളായിരുന്നു.
അപ്പോൾ അതിൽ നിന്നും താഴോട്ടിറങ്ങി വന്ന ഒരു നെഗോഷിയേഷനിലൂടെയൊക്കെയാണ് ഒരു മാനുഫാക്ചറിങ് നെഗോഷിയേഷനിലും കൂടെയൊക്കെയാണ് എൻസോ ഈ കാറ് ഡിസൈൻ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും ഒക്കെ തീരുമാനിക്കുന്നത്. അതിലും ഡൈനോ എന്നുള്ള പേര് ഇടുന്നത് തൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ പേരിൽ നിന്നുമാണ് ഡൈനോ എന്ന പേരിടുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും എൻസോ അദ്ദേഹത്തിൻ്റെ മകനിട്ടിരിക്കുന്ന പേരും ആൽഫ്രഡോ ഡൈനോ എന്നാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആ കാറ് ഭയങ്കരമായ സക്സസ് ആവുന്നു മാർക്കറ്റിൽ. പിന്നെ അതേ തുടർന്നാണ് ഫിയറ്റ് ഇവരെ ടേക്ക് ഓവർ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത് തന്നെ. കാര്യം ഓഹരി വാങ്ങാനൊക്കെ തീരുമാനിക്കുന്നത്. ഫെറാറി കമ്പനികൾക്കൊരു മാർക്കറ്റുണ്ട്, മാസ് പ്രൊഡ്യൂസ്ഡ് കാർസിനൊരു മാർക്കറ്റുണ്ട് എന്നുള്ളത് പിന്നീടാണ് ഫിയറ്റിന് മനസ്സിലാകുന്നത്. അവരത് ഞാൻ നേരത്തെ പറഞ്ഞ ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇന്നും പല ഇംഗ്ലീഷ് സിനിമകളിലും നമ്മൾ കാണുന്ന ഒരു മഞ്ഞ കളർ പെയിൻ്റൊക്കെ അടിച്ച ഫെറാറി, ഒരു 70s ലുക്കൊക്കെ ഉള്ള ഒരു ഫെറാറി വരുന്നെങ്കിൽ മോസ്റ്റ്ലി അത് ഡൈനോ ആയിരിക്കും. അന്ന് വലിയ ഫാൻ ഫോളോയിങ് ഉള്ള, ഇന്ന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വെർത്തായിട്ടുള്ള ഒരു കാറാണ് ഈ ഡൈനോ. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. ഫെറാറിയുടെ ഒരു മോശം സമയമായിരുന്നു ഈ 1960 മുതൽ 70 വരെയുള്ള ഒരു സമയം. പക്ഷേ എന്നാലും ആ ടൈമിൽ അവർ ഒരുപാട് മാസ് പ്രൊഡ്യൂസ്ഡ് കാറുകൾ ഉണ്ടാക്കി. അതൊക്കെ അവർക്ക് നല്ല സെല്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. റേസിംഗിൽ അവരുടെ പെർഫോമൻസ് കുറച്ച് ഡൗൺഫോൾ ആയിരുന്നു. 1988 ആയപ്പോൾ എൻസോ ഫെറാറി മരണപ്പെടുകയാണ്. അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നു. ഫിയറ്റ് അവരുടെ ഷെയർ 90% ഉയർത്തുന്നു. ബാക്കി 10% ഷെയർ എൻസോ ഫെറാറിയുടെ ഫാമിലി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. പക്ഷേ ഫിയറ്റ് അവരുടെ ഷെയർ 90% ഉയർത്തുന്നു. അങ്ങനെ കമ്പനിക്ക് പുതിയൊരു CEO വരുന്നു, ലൂക്ക മൊണ്ടേസ് മോളോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1988 ഈ എൻസോ ഫെറാറി മരണമടഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം CEO ആയിട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഫെറാറിയുടെ വച്ചടി കയറ്റമായിരുന്നു. കാര്യം അദ്ദേഹം 1988 മുതൽ ഈ അടുത്ത് 2014 വരെ ഫെറാറിയുടെ CEO ആയിരുന്നു. ഈ കാലഘട്ടം കൊണ്ട് ഫെറാറിയുടെ പ്രോഫിറ്റ് ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം ഫെറാറിയുടെ ഓപ്പറേറ്റിംഗ് സ്ട്രാറ്റജി തന്നെ കംപ്ലീറ്റ്ലി മാറ്റി. ചുമ്മാ വെറുതെ മാസ് പ്രൊഡ്യൂസ്ഡായിട്ട് കാറുകൾ ഇറക്കുന്നതിന് പകരം പ്രോഡക്ട്സ് വളരെ ലിമിറ്റഡ് ആക്കി, വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം ഇറക്കുക. ഒരു കളക്ടേഴ്സ് പ്രോഡക്റ്റ് എന്നുള്ളതില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു എക്സ്ക്ലൂസിറ്റി പ്രോഡക്റ്റിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ലൂക്ക യൂസ് ചെയ്തത്. അത് ഭയങ്കരമായി വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം പിന്നീട് വന്ന കാറുകളായിരുന്നു എൻസോ. ഈ ഫെറാറി കാറുകൾ വരുന്ന ടൈമിലെല്ലാം അവർ ആ വരുന്ന കാറുകൾ അന്നത്തെ ബെസ്റ്റ് പെർഫോമൻസ് എഞ്ചിനീയർഡ് കാറുകളായിരുന്നു. ഫെറാറി, എൻസോ, ലാ ഫെറാറി, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന F80 ഹൈപ്പർ കാർ, ഇതെല്ലാം ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്ത് വന്ന കാറുകളാണ്. അങ്ങനെ ഇരിക്കുകയാണ് ലൂക്ക 1996 നമ്മുടെ തലവറായ മൈക്കിൾ ഷുമാക്കറിനെ ഫെറാറിയിലേക്ക് സൈൻ ഇൻ ചെയ്യുന്നു. അപ്പോൾ അതുവരെ ഫെറാറി F1 റേസിങ്ങിൽ അവിടെ ഇവിടെയൊക്കെ 1-2 പോഡിയം വിന്നൊക്കെ നേടുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ജയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മൈക്കിൾ ഷുമാക്കർ വന്നതിന് ശേഷം കാര്യങ്ങൾ മൊത്തം മാറി. കാര്യം മൈക്കിൾ ഷുമാക്കർ എന്ന് പറയുന്ന ഡ്രൈവർ, അത് പല ഡോക്യുമെൻ്ററിയിലും അദ്ദേഹത്തിനെ പറ്റി പറയുന്നതാണ്. ജസ്റ്റ് ഒരു റേസിംഗ് ഡ്രൈവർ മാത്രമായിരുന്നില്ല, അദ്ദേഹവും ഫെറാറിയിലെ ടീമും ഭയങ്കര ഹാൻഡ് ഓൺ ഹാൻഡ് കോർഡിനേഷൻ ആയിരുന്നു. കാര്യം ഒരു ഡ്രൈവർ ഒരു കാറിനെ പറ്റി എത്രമാത്രം മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടോ അത്രമാത്രം മികച്ചതായിട്ട് അതിൻ്റെ എൻജിനീയറിംഗ് ടീമിന് ആ കാറിനെ മികവുറ്റതാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ക്ലച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആക്സലറേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള ചെറിയ പോയിന്റുകൾ പോലും. കാര്യം ഈ F1 റേസിംഗിൽ ഒരു കാറ് പോകുന്നത് ഏതാണ്ട് 250-300 കിലോമീറ്റർ വേഗതയിലാണ് മണിക്കൂറിൽ ഒരു കാർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിൻ്റെ ഇടയിൽ കാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് മനസ്സിലാക്കാനും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കി അത് ആ ടീമിനോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചാണ്. ഓരോ F1 റേസിംഗ് ടീമിൻ്റെയും സക്സസ് എത്രമാത്രം മികവുറ്റതായി ആ ലൂപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. എഞ്ചിനീയറിംഗ് ടീം കാർ ഉണ്ടാക്കുന്നു, ഒരു ഡ്രൈവർ ഓട്ടിക്കുന്നു, ഡ്രൈവർ അതിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നു, എഞ്ചിനീയറിംഗ് ടീം വീണ്ടും എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നു, വീണ്ടും അത് ഡ്രൈവർ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ഒറിജിനൽ റണ്ണിൽ അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാക്കി പറയുന്നു. അപ്പോൾ ആ ഒരു ലൂപ്പ് സിസ്റ്റം എത്രമാത്രം മികച്ചതായി വർക്ക് ചെയ്യുമോ അത്രമാത്രം മികച്ചതായി ഒരു ടീമിന് പെർഫോം ചെയ്യാൻ സാധിക്കും. ഷുമാക്കർ വന്നതോടുകൂടി ശരിക്കും ഫെറാറിയിൽ സംഭവിച്ചതാണ്. അദ്ദേഹം ഈ ഭയങ്കര ശക്തനായ ഒരു മികച്ച ഡ്രൈവറെന്ന് മാത്രമല്ല, ഒരു നല്ല എൻജിനീയർ കൂടെയായിരുന്നു. കാറിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന, ഓരോ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെയായിരുന്നു. ഫെറാറിയുടെ സുവർണ്ണയുഗം, F1 ഫെറാറിയുടെ സുവർണ്ണയുഗം അവിടെ തുടങ്ങുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി ഗ്രാൻഡ് പ്രീ
ജയങ്ങൾ, പോഡിയം വിജയങ്ങൾ, ഏറ്റവും നേടുന്ന പോയിൻറ്റ്സ്, ഏറ്റവും വലിയ പോയിൻറ്റ്സ് നേടുന്ന റേസിംഗ് ടീം. അങ്ങനെ F1 ചരിത്രത്തിൽ തന്നെ മായിക പ്രകടനമായിരുന്നു മൈക്കിൾ ഷുമാക്കറിൻ്റെ വരവോടുകൂടി ഫെറാറിക്ക് സംഭവിച്ചത്. പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളവരല്ല, ലൈഫ് എപ്പോഴും ഒരു സൈൻ വേവാണ്. മൈക്കിൾ ഷുമാക്കർ പിന്നെ റിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം വിരമിച്ച് പുറത്തോട്ട് പോകുന്നു, പുതിയ ഡ്രൈവേഴ്സ് വരുന്നു. പക്ഷേ ആ ടൈം കൊണ്ട് മേഴ്സിഡീസും പിന്നെ റെഡ് ബുള്ളും പോലുള്ള ടീമുകൾ കയറി വരുന്നു. ഫെറാറിക്ക് ഒരു വലിയ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അവരെ മൽപ്പിടിച്ച് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ മൽപ്പിടുത്തം നടത്തി ജയം കൊണ്ടുവരാനായിട്ട് ഫെറാറി നന്നേ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. ഫെറാറി ഡ്രൈവേഴ്സെല്ലാം ആഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മേഴ്സിഡീസ് അല്ലെങ്കിൽ ലൂയിസ് ഹാമിൽട്ടൺ പോലുള്ള മികച്ച ഡ്രൈവേഴ്സ് അവരിൽ നിന്നും ജയം തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ അടുത്തിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഇരിക്കുകയാണെങ്കിൽ കൂടിയും ഫെറാറിയുടെ F1 കഥയാണിത്. പക്ഷേ ഫെറാറിയുടെ റീറ്റെയിൽ മാർക്കറ്റിൽ വരുന്ന കാറുകൾക്കുള്ള ഡിമാൻഡ് ഭയങ്കരമാണ്. കാര്യം ഞാൻ ഈ കഥ പറയാനുള്ള ഏറ്റവും വലിയ റീസൺ, ഇപ്പോൾ അടുത്തായിട്ട് ഫെറാറി ഇറക്കിയ ഒരു കാറാണ് F80 ഹൈപ്പർ കാർ എന്ന് പറയുന്നത്. ഈ കാർ ഇറക്കിയപ്പോൾ അവരുടെ CEO പറഞ്ഞത്, ഞങ്ങളൊരു കാർ കമ്പനി അല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു ലക്ഷറി കമ്പനിയാണ്, കാർ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഒരു പരിധിവരെ അത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ എന്നല്ല, ഒരുപക്ഷെ അതാണ് ശരിയെന്ന് തോന്നുന്ന രീതിയിലാണ്. കാര്യം ഈ F80 എന്ന് പറയുന്ന കാറ് 799 എണ്ണമാണ് അവരുണ്ടാക്കാൻ പോകുന്നത്. ഓരോ പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർഡും ഫെറാറി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കാറുള്ളൂ. ഈ 799 ഉണ്ടാക്കുന്ന ഈ ഫെറാറി കാറിൽ ഒരെണ്ണം പോലും പബ്ലിക്കിന് വാങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കാശുണ്ടെങ്കിലും വാങ്ങാൻ സാധിക്കില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 800 കാർ കളക്ടേഴ്സിനാണ് ഇവർ ഈ കാറുകൾ കൊടുക്കുന്നത്. ഈ കാർ കളക്ടേഴ്സ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് 42ഉം 50ഉം ഫെറാറി കാറുകൾ കളക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ എല്ലാ കാർ കളക്ടേഴ്സിനും കിട്ടില്ല. കഴിഞ്ഞ ഓരോ 3 വർഷത്തിലും ഒരു ഫെറാറി കാർ നിങ്ങൾ വാങ്ങിയിരിക്കണം. അതുപോലെ നിങ്ങൾ ഫെറാറിയുമായിട്ടുള്ള അസോസിയേഷൻ 10 വർഷത്തിൽ കൂടുതലായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഡിമാൻഡ്സ് വെച്ചിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്കാണ് ഈ 799 കാറുകൾ കൊടുക്കുന്നത്. കാറുകളൊക്കെ സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ വില കുറയുകയാണ് ചെയ്യുന്നത്. കാറുകളൊരു അപ്രീഷിയേറ്റിംഗ് അസറ്റ് അല്ല. എന്നാൽ ഫെറാറിയുടെ കാറുകളാണെങ്കിലും 96-ലെ $1 മില്യൺ വാങ്ങിച്ച കാറ് ഇപ്പോൾ $3 മില്യണും $4 മില്യണും. കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാറുകളും വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇതിൻ്റെ പ്രോഡക്റ്റിനെല്ലാം ഭയങ്കരമായ വാല്യൂവും ഭയങ്കരമായ റിസപ്ഷനുമാണ്. അപ്പോൾ ഫെറാറിയുടെ ഒരു മാർക്കറ്റ് വോളിയം അത്ര തന്നെ ഉണ്ട്. ഞാൻ പറയാൻ കാര്യം, ഫെറാറിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ $90 ബില്യൺ ആണ്. $90 ബില്യൺ. കഴിഞ്ഞ വർഷം ഫെറാറി വിറ്റത് 13,752 കാറുകളാണ്. ഇപ്പുറ സൈഡിൽ നിൽക്കുന്ന ഫോക്സ് വാഗൺ വിറ്റത് ഏതാണ്ട് 9 മില്യൺ കാറുകളാണ്. അവിടെ മാർക്കറ്റ് വാല്യൂ ആണെങ്കിലോ $40 ബില്യൺ ആണ്. ഒരാൾ ഫെറാറി $90 ബില്യൺ, മറ്റേ ആൾ $40 ബില്യൺ. 90 ബില്യൺ, 40 ബില്യൺ. ഇവിടെ ഒരാൾ വിറ്റിരിക്കുന്നത് 9 മില്യൺ കാറുകൾ, ഇവിടെ ഒരാൾ വിറ്റിരിക്കുന്നത് 13,752 കാറുകൾ. അങ്ങനെ വളരെ ലക്ഷൂറിയസ് ആയ ഒരു ബ്രാൻഡായി ഫെറാറി മാറിയിരിക്കുന്നു. ഈ പല കാറുകളും F50 ആയാലും, ലാ ഫെറാറി ആയാലും, ഫെറാറി എൻസോ ആയാലും, ഇപ്പോൾ F80 ഒക്കെ ആയാലും ശരി, കംപ്ലീറ്റ്ലി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് എഞ്ചിനീയറിംഗ് ആണ്. F80 എന്ന് പറയുന്ന കാറിൽ 1200 bhp ആണ്. 1200 bhp. നമ്മളൊരു 500 bhp ഉള്ള കാറിൽ സഞ്ചരിക്കുമ്പോഴേ അതിൻ്റെ ഒരു പുള്ള് നമുക്ക് മനസ്സിലാവും. അപ്പം 1200 bhp ഉള്ള കാറിൻ്റെ ഒരു പുള്ളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് പോകണം. ഈ ഫെറാറിയുടെ അതേ മാർഗം ഫോളോ ചെയ്യാനായിട്ട് പോർഷെ ശ്രമിച്ചു നോക്കി, ലംബോർഗിനി ശ്രമിച്ചു നോക്കി, രക്ഷയില്ല. ഫെറാറി ഇപ്പോഴും അതിൻ്റെ എക്സ്ക്ലൂസിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഫെറാറി എൻസോ എന്താണോ എൻവിഷൻ ചെയ്തത്, ആ ഒരു വിഷൻ
എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും അത് നടത്തിക്കൊണ്ട് പോകുന്നതിലും ഫെറാറി ഹൈലി സക്സസ്ഫുള്ളാണ്. ഫിയറ്റ് ഇപ്പോൾ ഒരുപാട് റീസ്ട്രക്ചറിങ്ങും ഒക്കെ നടത്തിയിരുന്നു. ആ റീസ്ട്രക്ചറിങ് ഒക്കെ നടത്തിയ കൂട്ടത്തിൽ ഫെറാറിയുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ കാറിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ കമ്പനിയായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് സൈൻ വേവുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഫെറാറി. F1 സെഗ്മെൻറ്റിൽ അവർ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു മൈക്കിൾ ഷുമാക്കർ ഫെറാറിയിലോട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നുകൂടാ എന്നില്ല. അത് വരുമ്പോഴത്തേക്കും ബാക്കി കാർ കമ്പനികൾക്കും അതിൻ്റെ ഒരു ഹീറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും എൻസോ ഫെറാറിയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.